ട്രേഡേഴ്സ് ഗുഡ് മോർണിംഗ്. മാർക്കറ്റിൽ നമ്മൾ ഒരു എൻട്രി എടുത്തിട്ട് നമ്മളുടെ ടാർഗറ്റ് കഴിഞ്ഞ് പോയിരുന്നു. 9:42 നമ്മളുടെ ട്രേഡ് എടുത്തത്. ഇപ്പോൾ നോക്കി കാണാൻ പറ്റും, ലോസിലാണ് റൺ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കി കാണാൻ പറ്റും ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ നമ്മൾ എടുത്തത് വന്നിട്ട് 308.74. അവിടെ എടുക്കുകയും നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 50 പോയിൻറ്റ്സ് കൗണ്ട് ചെയ്ത് നോക്കി അറിയാം 359 ആയിരുന്നു കേട്ടോ. എക്സാക്ട്ലി ആ ഗ്രീൻ ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ 359 ആണ്. ഞാൻ ട്രാവലിങ്ങിലായിരുന്നു, അതുകൊണ്ട് ബുക്ക് ചെയ്യാൻ വരികയും മാർക്കറ്റ് പിന്നെയും താഴോട്ട് പോന്നു. എന്ത് ചെയ്യാനാണ്, ചില സമയത്ത് ഇന്നലെ ഒരാൾ കമൻറ്റും ചെയ്തിട്ടുണ്ടായി. ഞാൻ ഇതും കൂടെ ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഇന്നലെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആദ്യം ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഇത് കാണിക്കുമെന്നും പറഞ്ഞിട്ട്, നമ്മുടെ പ്രോഫിറ്റാണോ ലോസ് ആണോ എന്ന് കാണിക്കുമെന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇതാണ് പ്രശ്നം, അത് നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻസിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പ് ആൻഡ് ഡൗൺ മൊമെൻറ്റം നമ്മൾ വെറും 50 പോയിൻറ്റ്സ് 100 പോയിൻറ്റ്സ് ഒക്കെയാണ് ഓപ്ഷൻസിൽ വെറുതെ ക്യാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എത്ര പെട്ടെന്നായിരിക്കും ക്വിക്ക് മൊമെൻറ്റം ഉണ്ടാകുന്നത്. ഇന്നത്തെ ഞാൻ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. കണ്ട, ഇപ്പം നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് അടുത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ ട്രേഡ് എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് ട്രേഡിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിത് നോക്കുമ്പോഴത്തേക്കും ചിലപ്പം എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊരു പോസിബിളായിട്ടുള്ള വേ അല്ല. കാരണം എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ഞാൻ ചെയ്യുന്നതും എനിക്ക് കിട്ടുന്ന അച്ചീവ്മെൻറ്റ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്കും അതൊരു യൂസ്ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നെങ്കിൽ ഉപയോഗിക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്ക് ഉള്ളത്. ഓക്കെ, സോ അത് പോസിബിളായൊരു കാര്യമല്ല ആദ്യം ട്രേഡ് എടുത്ത് എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത. കാരണം നിങ്ങൾ കൂടെ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ ആ ട്രേഡ് എടുക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഇമോഷൻസ്, ഞാൻ ട്രേഡ് എടുക്കണം, എൻ്റെ ഏരിയ വരുമ്പോൾ ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം, ടാർഗറ്റ് പ്ലാൻ ചെയ്യണം, ഇതിൻ്റെ അകത്ത് എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് വേണം ഞാൻ ട്രേഡ് റെക്കോർഡ് ചെയ്യാനും നിങ്ങൾക്കിത് പറഞ്ഞു തരാനും. അപ്പോൾ സോ അതൊരു കുറച്ച് പോസിബിളായിട്ടുള്ള കാര്യമല്ല അത് നിങ്ങൾക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ എനിക്ക് തന്നെ പിന്നെ ഒരു ലോസ് വരും. കാരണം നമ്മളൊരു യൂട്യൂബർ ആവാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഇപ്പോൾ നമ്മൾ യൂട്യൂബറുടെയൊക്കെ കണ്ടിട്ടുള്ളതാണ്, ഒരു 1 മില്യൺ സബ്സ്ക്രൈബർ അടിക്കുമ്പോഴൊക്കെയാണ് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോഴും ഒരു 160 സബ്സ്ക്രൈബേഴ്സാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്നൊരു വരുമാനമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ പ്ലാനില്ല. കാരണം നമുക്കിപ്പോൾ കൂടിപ്പോയാൽ തന്നെ ഒരു 10,000-2,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ആ ഉള്ള കമ്മ്യൂണിറ്റിയെ നല്ല രീതിയിൽ അവരെ പ്രോഫിറ്റബിളാക്കി കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമേ എൻ്റെ ഒരു ഉദ്ദേശമുള്ളൂ. ഏകദേശം നമ്മളുടെ കോസ്റ്റിന് താഴത്ത് തന്നെയാണ് കുറേ നേരമായിട്ട് റൺ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടേക്കാമെന്ന് തോന്നുന്നു. ഞാൻ ട്രാവലിങ്ങിലായതുകൊണ്ട് ചില സമയത്ത് എനിക്ക് നെറ്റും കിട്ടുന്നില്ല, അതാണ് ഒരു പ്രശ്നം. ഒരു 5,000 സംതിങ്ങിൻ്റെ ആണ് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും വെയിറ്റ് ചെയ്തൊന്ന് നോക്കേണ്ടി വരും. കറക്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ഞാൻ എക്സിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും താഴത്ത് വന്നു സ്പൈക്കയിൽ. ഓക്കെ, ശരി, ഇതാണ് രാവിലെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഫസ്റ്റ് ക്യാൻഡിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അപ്പോൾ തന്നെ ഇന്നലെ സെല്ല് ചെയ്ത് വെച്ചിരുന്ന എല്ലാവരുടെയും ഗ്ലോബൽ മാർക്കറ്റ് നെഗറ്റീവാണ്. അതുകൊണ്ട് ഇന്നലെ സെല്ല് ചെയ്ത് വെച്ച് പോയിരുന്ന എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് താഴത്തോട്ട് വരാനാണ് ഒരു സൈക്കോളജി പരമായിട്ട് ഒരു പോസിബിലിറ്റീസ് ഉള്ളത്. സോ ഓക്കെ, ഏകദേശം നമ്മളുടെ ടാർഗറ്റിനോടടുത്ത് വരുന്നുണ്ട്. നമുക്ക് ഏകദേശം നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാമെന്ന് തോന്നുന്നു. ഓക്കെ, 360. അയ്യോ, എക്സിറ്റ് ആവുന്നില്ലല്ലോ. ഓഫ്, അവിടുന്ന് റിജക്ഷനും വന്നല്ലോ. എക്സിറ്റ്. 3,000 രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ട്രാവലിങ്ങിലായതുകൊണ്ട് നെറ്റ് സ്ലോ ആയിരുന്നു. ഓൺലി 3 കറക്റ്റ് കണ്ടോ, ആ സ്പൈക്കിൽ നമ്മളുടെ ടാർഗറ്റ് മേളിൽ പോയതായിരുന്നു. ഏകദേശം ഒരു 6,000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിച്ചതായിരുന്നു. ലോജിക്ക് വളരെ സിമ്പിളാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഒരു 60% ബ്രേക്ക് ചെയ്തപ്പോൾ ഹാമർ ക്യാൻഡിലിൻ്റെ ജസ്റ്റ് മേളിൽ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യണ കണ്ടപ്പോൾ നമ്മളുടെ ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്തു. വളരെ സിമ്പിളായിരുന്നു. നമ്മൾ 1:3 എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചു. പക്ഷേ ടാർഗറ്റ് നമ്മൾ ഹിറ്റ് ചെയ്തു. പക്ഷേ
ഇന്ന് നമ്മുടെ ദിവസം അല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യും. ആദ്യത്തെ പ്രാവശ്യം ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യുന്നു വിട്ടുപോയി. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ടാർഗറ്റ് എത്തി. ആ സ്പൈക്ക് കണ്ടോ നിങ്ങൾ? ഇപ്പോൾ ഫോം ചെയ്യുന്ന ക്യാൻഡലിൻ്റെ തൊട്ട് മുന്നിലുള്ള ക്യാൻഡലിൻ്റെ സ്പൈക്ക് കണ്ടോ? ആ ഒരു ക്യാൻഡലിൻ്റെ സ്പൈക്ക് വന്നപ്പോഴും നമുക്ക് വിട്ടുപോയി. ഓക്കെ, ഏകദേശം ഒരു 3000 പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു ട്രേഡേഴ്സ്, ബൈ.